നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം ഊഴത്തിനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ദക്ഷിണ ഭാരതത്തിൽ പുതിയ രാഷ്ട്രീയത്തിന് തുടക്കമിട്ടു എന്നാണ് മോദി ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിൽ നിരവധി പ്രവർത്തകർ ബലിദാനികളായി എന്നും അവർ പല ത്യാഗങ്ങൾ സഹിച്ചുവെന്നും തലമുറകളായി പാർട്ടി വേട്ടയാടലുകൾ സഹിച്ചുവെന്നും മോദി പറഞ്ഞു. പരിശ്രമങ്ങൾക്കെല്ലാം ഒടുവിൽ ഒരു അംഗം വിജയിച്ചുവെന്നും മോദി പറഞ്ഞു. സുരേഷ് ഗോപിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു വിജയത്തെ പ്രധാനമന്ത്രി പരാമർശിച്ചത്. ഭരിക്കുന്നത് UDF ആയാലും LDF ആയാലും BJP പ്രവർത്തകർ കേരളത്തിൽ നേരിടേണ്ടി വന്നത് വലിയ ക്രൂരതകളാണ് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ജമ്മു കശ്മീരിൽ പോലും ഇത്രയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നിന്ന് NTA MPയെ ഇത്തവണ നമുക്ക് കിട്ടി. എവിടെയും വിജയസാധ്യത ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം കഠിന പരിശ്രമത്തിലൂടെ ഇന്ന് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJP MP ആയെന്നും സുരേഷ് ഗോപിയുടെ പേര് പരാമർശിക്കാതെ മോദി പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സഖ്യമാണ് NDA. ഭാരതം എന്ന വികാരത്തിന്റെ പ്രതിബിംബമാണെന്നും NDA സഖ്യകക്ഷികൾക്കിടയിലെ ബന്ധം ദൃഢമാണെന്നും അധികാരത്തിലെത്താൻ ചില പാർട്ടികൾ ചേർന്നുണ്ടായ കൂട്ടായ്മയല്ല NDA എന്നും മോദി പറഞ്ഞു. രാജ്യമാണ് പ്രധാനമെന്ന ചിന്തയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന മുന്നണിയാണ്. NDAയിലെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ഇന്ത്യ മുന്നണിക്കെതിരെ അതിശക്തമായ വിമർശനമാണ് പ്രധാനമന്ത്രി അഴിച്ചുവിട്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ 2 പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ NDA ജയിച്ചപ്പോഴും പ്രതിപക്ഷം ആരോപിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തിരിമറി നടത്തി വിജയം കൈവരിച്ചു എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. ഇതിനൊരു മറുപടിയാണ് ഇത്തവണ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ചത്തതാണോ അത് ജീവനോടെ ഉണ്ടോ എന്ന് ഫലം പ്രഖ്യാപിച്ചപ്പോൾ തനിക്ക് ആശങ്കയുണ്ടായി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. EVMൽ കൃത്രിമം നടന്നെന്ന ആരോപണത്തെ പരാമർശിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തെ പരിഹസിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. EVMകളെ കുറ്റപ്പെടുത്താനും അതുവഴി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുർബലപ്പെടുത്താനുമാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മോദി ആരോപിച്ചു. ജൂൺ 4-ന് ഫലം വരുമ്പോൾ താൻ ജോലി തിരക്കിലായിരുന്നു. പിന്നീട് ഫോൺ കോളുകൾ വരാൻ തുടങ്ങി. ഞാൻ ഒരാളോട് ചോദിച്ചു, 4-ന് മുമ്പ് പ്രതിപക്ഷക്കാർ നിരന്തരം EVMകളെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുത്താൻ അവർ നടത്തിയ ശ്രമമായിരുന്നു അത്. EVMന്റെ ശവസംസ്കാര ഘോഷയാത്ര അവർ പുറത്തെടുക്കുമെന്ന് ഞാൻ കരുതിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജൂൺ 4-ാം തീയതി വൈകുന്നേരത്തോടെ EVM അവരെ നിശബ്ദരാക്കിയെന്നും ഇതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശക്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10 വർഷം കഴിഞ്ഞിട്ടും 100 സീറ്റിൽ തൊടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു ആക്ഷേപവും പ്രധാനമന്ത്രി ഉന്നയിക്കുകയുണ്ടായി. 2014, 2019, 2024 തിരഞ്ഞെടുപ്പുകൾ കൂട്ടിയോജിപ്പിച്ചാൽ ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ അത്രയും സീറ്റുകൾ പോലും കോൺഗ്രസിന് കിട്ടിയിട്ടില്ല എന്നും മോദി പരിഹസിച്ചു. ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ നേരത്തെ സാവധാനത്തിൽ മുങ്ങുന്നത് തനിക്ക് വ്യക്തമായി കാണാം. ഇപ്പോൾ അവർ അതിവേഗം മുങ്ങാൻ പോകുന്നു. രാജ്യം NDAയെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂവെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ഇത്തരത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ആത്മവിശ്വാസവും ഉള്ളപ്പോൾ രാജ്യത്തിന്റെ പ്രതീക്ഷകളും വർദ്ധിക്കുന്നത് സ്വാഭാവികമാണെന്നും ഞാനിത് നല്ലതായി കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ വെറും ട്രെയിലർ മാത്രമാണ് എന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് എന്റെ പ്രതിബദ്ധതയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ അല്പം പോലും കാലതാമസം വരുത്താതെ കൂടുതൽ വേഗത്തിലും കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കൂടുതൽ വിശദമായി പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മൾ തോറ്റിട്ടില്ല, പക്ഷെ വിജയിക്കുമ്പോൾ അതിൽ ഉന്മാദം കണ്ടെത്താത്തിടത്താണ് നമ്മുടെ മൂല്യങ്ങൾ ഇരിക്കുന്നതെന്നും തോറ്റവരെ പരിഹസിക്കുന്ന വികൃതത നമുക്കില്ല എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.